الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفصحوا في المجالس فافصحوا يفصح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മുടെ എല്ലാ രഹസ്യ പരസ്യ ഇടപാടുകളിലും അനക്കങ്ങളിലും അടക്കങ്ങളിലും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദിവസവും വളരെ വളരെ വേഗത്തിൽ നമ്മളിൽ നിന്നിങ്ങനെ വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകൾ എന്ന നിലക്ക് റബ്ബ് സുബ്ഹാനഹു തആലയുടെ പൊരുത്തവും പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ച് ധാരാളം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കരുണാവാരിധിയായ റബ്ബ് ആ നന്മകൾ എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനൊക്കെ പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ കാരണം, അറിവില്ലായ്മ കാരണം, ജാഗ്രത കുറവ് കാരണം തെറ്റുകൾ, അബദ്ധങ്ങൾ വന്നുപോവാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യത്താൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ചെറുതാവട്ടെ വലുതാവട്ടെ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീന്, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തിയ കാര്യമാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നമ്മുടെ ഈ ദീനിൽ ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തത് അള്ളാഹു ഒരാളുടെ മേലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അമിതമായിട്ടുള്ള ഒരു ബാധ്യതയും ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു തആല അയാൾക്ക് നൽകിയിട്ടില്ല. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഒരു പ്രകൃതമുണ്ട്. മനുഷ്യന്റെ ഒരു പ്രകൃതത്തിന് യോജിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്നും കൃത്യമായി കൊണ്ടുള്ള നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്
നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിന്റെ ഓരോ അധരുകളിലും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അതൊരു പഴഞ്ചൻ രീതിയാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരാളെങ്ങാനും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അയാൾ അതോടുകൂടി കുടുങ്ങിപ്പോവും. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അങ്ങോട്ട് തിരിയാനും പറ്റൂല, മറിയാനും പറ്റൂല എന്ന സ്വഭാവത്തില് മനുഷ്യരെ ഒരു ലോക്കിട്ട് കണ്ട് കൊടുക്കുന്ന ഒരു തരത്തിലും ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു ദീനാണ് ഇസ്ലാം എന്ന് പൊതുവെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. നമ്മളിങ്ങനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇസ്ലാമില് അനുഷ്ഠാന കാര്യങ്ങളുണ്ട്, ആരാധനാ കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ നല്ല ശ്രദ്ധയും ജാഗ്രതയും വേണം. ആരാധനകൾ അനുഷ്ഠിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ വേണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമസ്കരിക്കാത്ത ഒരുത്തൻ വിശ്വാസിയല്ല, മുസ്ലിമല്ല. ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്ന നമസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമതായിട്ട് ചോദ്യം ചെയ്ത നമസ്കാരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 5 സമയങ്ങളിലെ നമസ്കാരം നിർബന്ധമാണ്. അത് നിങ്ങൾ അനുഷ്ഠിക്കാതിരുന്നാൽ നിങ്ങൾ നരകാവകാശിയായി. മുസ്ലിം എന്നുള്ളതിൽ പേരിൽ മാത്രം നിൽക്കുന്നതല്ല, ഇത് നിങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ ഇസ്ലാം അതിന് അനുവദിച്ചു തരുന്ന ഒരുപാട് ഇളവുകളുണ്ട്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഒരു യാത്രയിലാകുമ്പോൾ നിങ്ങൾക്ക് ജമ്മുവും ഖസറും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രോഗിയായിട്ട് കിടക്കുക. ചില സൂചനകൾ കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ നൽകിയിട്ടുണ്ടായി. അപ്പൊ ഇങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമുള്ള ഒരു കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത് ആസ്വദിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്ന് നമ്മളിൽ അടിച്ചേൽപ്പിച്ചു എന്ന ബോധത്തിലല്ലാതെ അള്ളാഹുവിന്റെ ദീന് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ ലളിതമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീന യുസ്റുൻ, ഈ ദീന് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മതം ഇസ്ലാം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. വലൻ യുശാദു ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ഇനി ഒരാൾ ആരെങ്കിലും ഈ ദീനില് അമിതത്വം പാലിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചില കാര്യങ്ങൾ ഭയങ്കരമായ തീവ്ര നിലപാട് എടുക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും ഇസ്ലാം അനുഷ്ഠിക്കുന്നിടത്തും പാലിക്കുന്നിടത്തും ഒക്കെ ചിലപ്പോൾ ഒരു തീവ്ര നിലപാട്, ഒരിക്കലും ഒരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു രീതി എടുക്കുന്ന ആളുകളുണ്ടോ? റസൂലുള്ളാഹി ചൂണ്ടിക്കാണിക്കുന്നു, ഇങ്ങനെ അമിതത്വം പാലിക്കാൻ ആര് ശ്രമിച്ചാലും ആര് മുതിർന്നാലും അവസാനം അവൻ പരാജയപ്പെടും. റസൂലുള്ളാഹി പറയാണ്, അവസാനം അവന് പരാജയപ്പെടും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളെ നിലപാടായിട്ട് കാണിക്കേണ്ട എന്താ? ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുകയും അതുപോലെ തന്നെ നേരായുള്ള വഴിയും മധ്യമ മാർഗവും കൈകൊള്ളുകയുമാണ് വേണ്ടത്. ശരിയായ വഴിയും മധ്യമ നിലപാടും വെച്ചു പുലർത്തുകയാണ് വേണ്ടത്. തീവ്രമായ ഒരു നിലപാട് വെച്ചു പുലർത്തുകയല്ല ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. മാത്രമല്ല, നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കണം, ആളുകളെ പ്രയാസപ്പെടുത്തരുത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, വളരെ പേര് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പല പ്രദേശങ്ങളിലേക്കും റസൂലുള്ളാഹി പറഞ്ഞയക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ യമനിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അവർ അങ്ങോട്ട് പറയിക്കുകയും ചെയ്തു. അപ്പൊ ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു കുറച്ച് നിർദ്ദേശം എന്താണെന്ന് അറിയാം. ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണല്ലോ. ഒരു സ്ഥലത്തേക്ക് പറഞ്ഞപ്പോൾ റസൂൽ പറയുക, യസ്സിറു, നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആളുകളെ വരിഞ്ഞു മുറുക്കലല്ല. യസ്സിറു, നിങ്ങൾ എളുപ്പാക്കണം. ആളുകൾക്ക് എളുപ്പമാണ്, എന്ത് കാര്യത്തിൽ എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളുടെ ഒരു അവിടെ ചെന്ന് ഇതൊരു പൊതുതത്വമായിട്ട് റസൂൽ അവരെ പഠിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കണം, ആളുകൾക്ക് പ്രയാസപ്പെടുത്തരുത്. ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കണം, ആളുകൾ അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഒരു വലിയൊരു പൊതുതത്വം ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക് ഒരു ദൗത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേരെ നിയമിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഇത് നിങ്ങൾ പാലിക്കണം, ആളുകളെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. റസൂലുള്ളാഹി പറയാണ്, മാ ഖുയ്യിറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ, ഇപ്പൊ 2 കാര്യങ്ങളിൽ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ
ഏത് വേണം എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുമ്പം റസൂൽ പറയാണ് ഇല്ല അഹദ ഐസറഹുമ, ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ അതാണ് ഞാൻ തെരഞ്ഞെടുക്കുക. ഏറ്റവും എളുപ്പമുള്ളതാണോ അതാണ് ഞാൻ തെരഞ്ഞെടുക്കുക. റസൂൽ പറയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ വരുമ്പം ആ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഞാൻ തെരഞ്ഞെടുക്കും. മാലം യക്കുൻ ഇസ്മൻ, കുറ്റാവാത്തോടത്തോളം കാലം. അപ്പൊ കുറ്റാവാത്തോടത്തോളം കാലം ജീവിതത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ തന്നെ സങ്കല്പിക്കുക, രണ്ട് വഴിയുണ്ട്. ഒന്ന് പ്രയാസപ്പെട്ട വഴിയാണ്, ഒന്ന് ദുർഘടമായ വഴിയാണ്, ഒന്ന് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന വഴിയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാം ആലോചിച്ച് നോക്കി. ഇപ്പൊ റസൂൽ പറയാണ് ദുർഘടമായിട്ട് ഒരിക്കൽ ഇതുപോലെ ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ടോ ഒരു സഹാബി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ആള് റസൂൽ ഇങ്ങനെ ചോദിച്ചപ്പോ എന്താണ് ഇങ്ങനെയാണ്. അപ്പൊ റസൂലുള്ള പറയാണ് ആ സഹാബി നേർച്ച ചെയ്തിട്ടുണ്ട്, ഇരിക്കൂലാന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജീവിതത്തിന് കുറച്ചുകൂടി ത്യാഗം എന്തൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാൻ തീരുമാനിച്ചിരിക്കും. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്. റസൂലുള്ള പറഞ്ഞു ഇത് ഇസ്ലാമല്ല. റസൂലുള്ളാന്റെ ജീവിതത്തിന്റെ ചര്യ മനസ്സിലാക്കാൻ വേണ്ടി വന്ന 3 ആളുകൾ ഉണ്ടായിരുന്നു. ആ സംഭവം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു നിങ്ങളെക്കാൾ ജീവിതത്തിൽ ഭക്തി കാണിക്കുന്നത് ഞാനാണ്. ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പുണ്ട് എടുക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും. ആരെന്റെ സുന്നത്തിനെ പിന്തുടർന്നു അവനാണ് എന്നിൽപ്പെട്ടവൻ. ആ 3 പേരും തിരിച്ചു പോയത് എങ്ങനെയാ? റസൂലിന്റെ ജീവിതത്തിൽ റസൂൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ ചെയ്യണം. അതുകൊണ്ട് ഇനി നാളെ മുതൽ എല്ലാ ദിവസവും, നാളെ മുതൽ ഇനി എനിക്ക് വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം, മക്കൾ ഉണ്ടാവുന്നൊന്നുമില്ല. നാളെ മുതൽ രാത്രി ഞാൻ ഉറങ്ങൂല, ഇന്നും എഴുതാതെത്തും പ്രാർത്ഥനയും ആരാധനയായിട്ട് കഴിയും. റസൂലുള്ളാഹി തിരുത്തി, ഇതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ആളുകളെ എളുപ്പാക്കണം, ആളുകളെ പ്രയാസപ്പെടുത്തരുത്, വാക്കുകൊണ്ട് പ്രയാസപ്പെടുത്തരുത്, കർമ്മങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത്. ഒരിക്കൽ ജീവിതത്തിൽ പറഞ്ഞൊരു അനുഭവം ഉണ്ട്. നമ്മള് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു ഹൈവേയിൽ പോകുന്ന യാത്രക്കാരാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈവേ എന്ന് പറഞ്ഞൊക്കെ എയർപോർട്ടിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുള്ള ഒരു റൂട്ടാണ്. ഇതുപോലെ തന്നെ ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നമ്മുടെ ഒരു സുഹൃത്തിന് പറ്റിയൊരു വലിയൊരു പ്രയാസം. അദ്ദേഹം സുബഹി നമസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ഈ ഹൈവേയിൽ ഒരു പള്ളിയും പ്രസക്തല്ല, ആളും പ്രസക്തല്ല, ഇമാമും പ്രസക്തല്ല, സംഭവമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പള്ളിയിൽ സുബഹിക്ക് കയറി. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഒരു 8 മണി 8:30 സമയമാണ്. 5:30 ആകുമ്പോഴേക്കെങ്കിലും എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി. അപ്പൊ ജമാഅത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ജമാഅത്ത് പള്ളിയിൽ കയറി. വെള്ളിയാഴ്ച ദിവസമാണ്. ഇമാമ് സൂറത്തു കഹ്ഫ് മുഴുവനായിട്ടാണ് പാരായണം ചെയ്തത്. ആദ്യത്തെ റക്അത്തിൽ മുഴുവനായിട്ട് സൂറത്തു കഹ്ഫ് പാരായണം ചെയ്ത് നമ്മളെങ്ങനെ ചിന്തിക്കോ നല്ല നിസ്കാരം, നല്ലത് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് ഉണ്ടാവുക. ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അല്പം വൈകിയാണ് എയർപോർട്ടിൽ എത്തിയത്. 2ാമത്തെ റക്അത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു അധ്യായം ഇതുപോലെ തന്നെ പാരായണം ചെയ്തു. ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട 1-2 ആളുകളെ ഫോൺ ചെയ്തുകൊണ്ട്, യാത്രക്കാർക്കൊക്കെ ഭയങ്കര പ്രയാസമാണല്ലോ, പല സ്വഭാവത്തിലുണ്ടാവുമല്ലോ ഇങ്ങനെ. ഇപ്പം പറഞ്ഞു അത് ആ പള്ളിയിൽപ്പെട്ട ഒരാളുണ്ട്, ആ പള്ളിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളുടെ നിർബന്ധമാണ്, ഇമാമിന്റെ നിർബന്ധമല്ല. കഹ്ഫല്ല ശരിക്കും വെള്ളിയാഴ്ച പാരായണം ചെയ്യുകയാണെങ്കിൽ നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടത് സൂറത്തു സജദയും സൂറത്തു ദഹ്റാണ്. അതിന് ശ്രേഷ്ഠത. കഹ്ഫ് പാരായണം ചെയ്യേണ്ടത് എപ്പോഴാത്താല്, അതായത് വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുമ്പായിട്ട് നിങ്ങൾ കഹ്ഫ് പാരായണം ചെയ്യണം, സൂറത്തു കഹ്ഫ് പാരായണം ചെയ്യണം. നമസ്കാരത്തിലല്ല. 110 ആയത്തുകളുള്ള ഏകദേശം 4-5 പേജുകളുള്ള ഒരു സൂറ ഇതിലൊറ്റ റക്അത്തിൽ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ അതിൽ യാത്രക്കാരുണ്ടാവും, വൃദ്ധരായ ആളുകളുണ്ടാവും, പ്രയാസപ്പെടുന്നവരുണ്ടാവും, രോഗികളുണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകേണ്ട മനുഷ്യന്മാരുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഒരു സംഭവം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സമയത്തുണ്ടായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗോത്രമായ ഹാരിസ ഗോത്രത്തിന് ഇതുപോലെ ഇശാ സമയത്ത് അദ്ദേഹം ഇമാമായിട്ട് നിന്ന് നമസ്കാരം ആരംഭിച്ചു. സൂറത്ത് ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങി. നിസ്കാരത്തിൽ കൂടി ഉണ്ടായിരുന്ന ആള് നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം മുറിച്ചിട്ട് അയാൾ ഒറ്റക്ക് പോയിട്ട് നിസ്കരിച്ചു. അയാൾ ഒറ്റക്കുള്ള നിസ്കാരം പൂർത്തിയായി. എന്നിട്ടും ഈ നിസ്കാരം കഴിഞ്ഞിട്ടില്ല. ആളുകൾ ഇതെന്താണ്, ഇമാമിനെ ധിക്കരിച്ചുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇമാമാണ്, നല്ല കാര്യമാണ്, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ നിന്ന് അദ്ദേഹം മുറിച്ചുപോയി. റസൂലിന്റെ അടുത്ത് പരാതി എത്തി. റസൂൽ വിളിപ്പിച്ചു, നിങ്ങളെന്താ അങ്ങ് നിസ്കാരം മുറിച്ചു പോയല്ലോ? അദ്ദേഹം നിസ്കാരം മുറിച്ചുപോയി. അല്ലാന്റെ റസൂല്, ഞാൻ ജീവിതത്തിന്റെ പകലിൽ ജോലി ചെയ്ത് എട്ടങ്ങാറായി ബുദ്ധിമുട്ടിയിട്ട് ക്ഷീണിതനായിക്കൊണ്ട് ഈശാ ജമാഅത്തിൽ പങ്കെടുത്ത സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങിയത്. റസൂലുള്ളാഹി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, ചോദിച്ചു, നിങ്ങൾ എന്താ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി?
മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് ചോദിക്കും, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. ചോദിച്ചു റസൂലുള്ള കൈകാര്യം ചെയ്ത രീതി. അപ്പൊ നമ്മളുണ്ടല്ലോ, ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നോക്കുങ്ങൾ, ഇസ്ലാമിന്റെ ഒരു വിശാലത നോക്കുങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായിട്ട് പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. റസൂൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈ കെട്ടി. റസൂൽ നിസ്കരിക്കാൻ വേണ്ടി വിചാരിച്ച് കൈ കെട്ടിയപ്പം റസൂൽ വിചാരിച്ചെങ്കിൽ എനിക്ക് കുറച്ചധികം സൂറൊന്ന് ഓതണം. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നമസ്കാരമാണ്. അപ്പൊ നമുക്ക് സൂറൊക്കെ ഓതണം. നിസ്കാരം തുടങ്ങിയോട് കൂടിയിട്ടുണ്ട് കുട്ടിന്റെ കരച്ചിൽ. ഇത് ഹദീസിൽ വന്ന ഇന്നീല അഖൂമു ഇല സ്വല, ഞാൻ നമസ്കാരത്തിന് വേണ്ടി നിന്ന് ഈ നിസ്കാരത്തിൽ കുറച്ച് നീളമുള്ള കുറച്ച് ഭാഗങ്ങൾ ഓതണം എന്നാ വിചാരിച്ചിരുന്നു. അപ്പോൾ കുട്ടിന്റെ കരച്ചിൽ ഇങ്ങനെ കേട്ടു. നിസ്കാരത്തിൽ കുട്ടിന്റെ കരച്ചിൽ കേട്ടു. അമ്മാന്റെ മനസ്സ് വേദനിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിസ്കാരം നിർത്തി. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ റസൂൽ എങ്ങനെ സാധാരണയിൽ കവിഞ്ഞ് വളരെ വേഗത്തിൽ നിങ്ങൾ നിസ്കാരം അവസാനിപ്പിച്ചല്ലോ? റസൂലുള്ള പറഞ്ഞ് കുട്ടിന്റെ കരച്ചിൽ കേട്ടപ്പം സമസ്കാരത്തിലുള്ള അമ്മാന്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിസ്കാരം ചോദിക്കും. ആരാണ് ഈ പഠിക്കുന്നത്? നമ്മൾ പലതും പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നൊരു മാതൃക. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവർ, ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം അങ്ങനെയാണ്. ഒരിക്കൽ ഖന്തക്ക് യുദ്ധം നമുക്കറിയാം. ഖന്തക്ക് യുദ്ധം ബനൂ ഖുറൈള ഗോത്രക്കാർ നമുക്കറിയാം ജൂതന്മാരുമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം, അഹ്സാബ് യുദ്ധം എന്നൊക്കെ നമ്മൾ പറയും. ബനൂ ഖുറൈള ഗോത്രക്കാർ റസൂല് നമ്മുടെ കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അസർ ബനൂ ഖുറൈളയുടെ പ്രദേശത്ത് എത്തിയിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കാൻ. ബനൂ ഖുറൈളക്കാരുടെ പ്രദേശത്ത് എത്തിയിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കാൻ. അപ്പം ഇവര് സംഘം യാത്ര ആരംഭിച്ചു. അപ്പൊ യാത്ര ആരംഭിച്ചപ്പോൾ റസൂലിന്റെ നിർദ്ദേശം ഉണ്ടല്ലോ, ബനൂ ഖുറൈളക്കാരുടെ പ്രദേശത്ത് എത്തിയിട്ട് അസർ നമസ്കരിക്കണം എന്ന റസൂലിന്റെ നിർദ്ദേശം ഉണ്ടല്ലോ. അപ്പൊ ഒരു കൂട്ടര് പറഞ്ഞു, ബാങ്കിന്റെ സമയം, അസറിന്റെ സമയം കഴിയാനായിക്കണം കേട്ടോ. ഇനി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അസറിന്റെ സമയം കഴിയും. നമുക്കൊരു കാര്യം ചെയ്യാം, അസറിന്റെ സമയം തെറ്റുന്നത് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിസ്കരിക്കണം. അതുകൊണ്ട് ഈ പോകുന്ന സംഘത്തിന്റെ ഇടയിൽ രണ്ടായിട്ട് പിളർന്നു. ഒരു കൂട്ടർ അവിടെ നിസ്കരിച്ചു, മറ്റൊരു കൂട്ടർ റസൂലിന്റെ തീരുമാനം ഉണ്ടല്ലോ, റസൂൽ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താ, നിങ്ങൾ ബനൂ ഖുറൈളക്കാരുടെ പ്രദേശത്ത് എത്തിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. ബനൂ ഖുറൈളക്കാരുടെ അടുത്തെത്തി. ബനൂ ഖുറൈളക്കാരുടെ അടുത്തെത്തിയിട്ട് അവരവിടെ എത്തിയിട്ട് നിസ്കരിച്ചു. റസൂലുള്ളാഹിന്റെ അടുത്ത് പരാതിയല്ല. രണ്ടു കൂട്ടരെയും റസൂലുള്ളാഹി വിളിച്ചിരുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളെ യാത്ര വളരെ പെട്ടെന്നാക്കാൻ, ഇനി വഴിയിലൊന്നും കാത്തുനിന്നാണ്ട് നിങ്ങൾ ബനൂ ഖുറൈള പ്രദേശത്ത് എത്തുന്നത് ഇനി വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് റസൂൽ പറഞ്ഞതാണല്ലോ. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് നിസ്കരിക്കാം, ഇനിയിപ്പോ വഴിയിലൊന്നും അങ്ങനെ കളിച്ചിക്കേണ്ടതില്ല, സമയം കളയേണ്ടതില്ല. സാധാരണ നമ്മുടെ മനുഷ്യന്മാരുടെ ശീലത്തിലുള്ള കാര്യം. ഇപ്പൊ ചില ആൾക്കാർ ഇനിയിപ്പോ നമ്മുടെ എത്തുമ്പോൾ വൈകും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാം, അപ്പൊ ഇവിടെ നിന്ന് നിസ്കരിക്കാം. അപ്പൊ ഇതേ അഭിപ്രായം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ സംഘം പറഞ്ഞു. ഇതിൽ ഏതാ ശരിയെന്ന് വെച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, രണ്ടും ശരിയാ, രണ്ടും ശരിയാ. നോക്കൂ നിങ്ങൾ ചെയ്തൊരു രീതി. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഇത്രയധികം ലളിതവും സുന്ദരവും അനുഷ്ഠിക്കുവാൻ ഏറ്റവും മനോഹരവുമായ ഒന്നാണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കരുത്. മതവിധികൾ പറയുന്നിടത്തും പ്രയാസം ഉണ്ടാക്കരുത്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളുണ്ടാവും, അതിൽ നിങ്ങളിത് പറഞ്ഞിട്ട് ഇതാണ് ശരി എന്ന് വീണ്ടും 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 പറഞ്ഞ് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതും ശരിയാണ്, ഇതും ശരി, അങ്ങനെ ചെയ്തല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീന് വളരെ എളുപ്പത്തിലും സന്തോഷത്തിലും മാധുര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു നമ്മുടെ ദീനിനെ അതിന്റെ ഇളവുകളോട് കൂടിയിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മള് നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ വേണം. നമസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ജമ്മും കസറുമാക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരാൾ യാത്ര പോകാം. നമുക്കറിയാം മാവേലി, മലബാറും നമ്മുടെ മംഗലാപുരം എക്സ്പ്രസ്, 3 പ്രധാനപ്പെട്ട ട്രെയിനുകൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് തെക്കോട്ട് അങ്ങോട്ട് യാത്ര പോകും. നേരെ തിരിച്ചു വടക്കോട്ട് പോകും. നമ്മളൊരു 5 മണിക്ക് കയറി എന്ന് വിചാരിച്ചില്ല, വൈകുന്നേരം 5 മണിക്ക് അസ്ർ നമസ്കരിച്ചിട്ട് കയറി. ഇനി നമുക്ക് മഗ്‌രിബ് ഇശാ നമസ്കരിക്കാം. മഗ്‌രിബിന്റെ ഇശാന്റെ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്ത് എത്ത സുബഹിന്റെ മുമ്പാണ്, 4 മണിക്ക്, പുലർച്ചെ 4 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തുക. 4 മണി എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് പിന്നെ മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ കഴിയുക. അപ്പൊ മഗ്‌രിബ് ഇശാ ഇവിടുന്ന് നമ്മൾ നിസ്കരിക്കുക. നിസ്കാരം വേണ്ടാന്ന് നോക്കാൻ പറ്റും, നിസ്കാരം വേണ്ടാന്ന് നോക്കാൻ പറ്റും. ഞാൻ ട്രെയിനില്ല, അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്താണ് എന്ത്? ഖിബിലയെ അഭിമുഖീകരിക്കുക.
മറ്റൊന്നാണ് നിൽക്കാൻ കഴിയുന്നവർ നിന്ന് നമസ്കരിക്കുക. ഒരാൾ വാശിടിച്ച് കിബില ഈ യാത്രയിൽ, നമ്മൾ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ വടക്ക് തെക്ക് കാണല്ലോ, പടിഞ്ഞാട്ടിക്കാണല്ലോ കിബില. അപ്പൊ ഈ യാത്രയുടെ ഇടയിൽ എങ്ങനെ കിബിലിനെ അഭിമുഖീകരിക്കുക? അതൊന്നും ഞാൻ നിസ്കരിക്കണില്ല. ഇതാണോ നമ്മൾ എടുക്കേണ്ട നിലപാട്? നിങ്ങൾ നിങ്ങളുടെ യാത്രാ സംഘത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മഗ്‌രിബ് 3 കൂടെ ഇശ 2 ആക്കിയിട്ട് ജമ്മും കസറുമായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾ മലബാറിനെ പോകണം വിചാരിച്ചോളി, രാത്രി 10 മണിക്കാ കൂടുന്നത്. മലബാറോട് എത്തുമ്പോഴത്തേന് ഏകദേശം സുബൈ 7 മണിയാവും. സുബൈന്റെ സമയം എപ്പോഴാണ്? ഒരു 5 മണിക്ക് വാങ്ങിക്കൊടുത്താൽ 6:15 സൂര്യൻ ഉദിക്കും. സുബൈന്റെ സമയമാവും. നിങ്ങൾ വിചാരിക്കണം ഞാൻ 7 മണിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് തോന്നണ മാതിരി നിസ്കരിക്കും. ഇതല്ല, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നമുക്ക് വേണം. നമ്മൾ 5 മണിക്ക് ട്രെയിൻ, ഞാൻ ഉണർന്നു നോക്കുമ്പോൾ 5 മണിക്ക് ഞാൻ കൊല്ലത്തെത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ട്രെയിൻ നിസ്കരിക്കും. ഇനി ബസ്സിലാ പോകുന്നത്, നമ്മൾ ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ലല്ലോ. ബസ്സിൽ നിസ്കരിക്കും, ഇരുന്ന് നമസ്കരിക്കും. നമുക്കത് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. നിങ്ങൾ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് അള്ളാഹ് സ്വീകരിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഇളവുകൾ എടുക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അതേസമയം നിങ്ങൾക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർ സർജറി നടന്നുകൊണ്ടിരിക്കുക, ബഹുറിന്റെ സമയമായി, പോസ് അടിച്ചിട്ട് സർജറി നിർത്തി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ബാക്കി എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ സർജറി 2-3 മണിക്കൂർ നീണ്ടിരിക്കുന്ന സർജറിയാണ്. അസർ കഴിഞ്ഞിട്ടാ 12 മണിക്ക് തുടങ്ങിയ സർജറിയാണ്. സർജറി കഴിയുമ്പോഴേക്ക് 4:30-5 മണിയാവും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വീട് പുറത്തുണ്ട്, ക്ലിനിക്ക് പുറത്താണ്, സർജറി ഹോസ്പിറ്റൽ തൊട്ടുപുറത്താണ്. കസറാക്കാൻ കഴിയില്ല. അതേസമയം രോഗിക്ക് കൂട്ടിരിപ്പുകാർ ആ രോഗിനെ ഒറ്റക്കാക്കിയിട്ട് എന്നാ ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ രോഗി ചിലപ്പോൾ പ്രയാസപ്പെടും. ഒരു താങ്ങ് വേണ്ടി വരും, കൂട്ടിരിപ്പുകാരായിട്ട് നിൽക്കേണ്ടി വരും. അതിനാ ഇസ്ലാം പഠിപ്പിച്ചത്, റസൂൽ പഠിപ്പിച്ചത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജംഉ ചെയ്യുക, ഖസ്ർ ചെയ്യുക. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത്, പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ പൊതുവത്വമായി ഒരു കാര്യത്തിൽ നിങ്ങൾ നിയമിക്കുക, നിങ്ങളെ തീർപ്പാക്കുമ്പോൾ കെട്ടിക്കൊടുക്കുണ്ടാകരുത്. ആളുകൾക്ക് ഇത് ദീൻ എന്ന് പറഞ്ഞാൽ മനോഹരാണെന്ന് തോന്നണം. ഇസ്ലാം മനോഹരാണ്. മനുഷ്യന്മാരെ നോക്കിയിട്ട് തന്നെയാണ് ഇസ്ലാം ഓരോ കാര്യങ്ങളും പറയുക. പക്ഷെ ഇതിനൊരു അടിത്തറണ്ട്, ആദർശ അടിത്തറണ്ട്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. അതെന്താ? എന്റെ റബ്ബ്, തൗഹീദ്, ഏകദൈവത്വം, പരലോകം, ഇതിലൊരു ഏറ്റക്കുറവില്ല. പക്ഷേ ഇസ്ലാമിന്റെ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും അതിമനോഹരമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മൾ പുലർത്താം. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പള്ളിയിൽ വന്നിട്ട് മൂത്രയിച്ചവരാണ്. പള്ളിയിൽ വന്നിട്ട് മൂത്രയിച്ചു ഒരു സാധാരണക്കാരായ മനുഷ്യൻ. ആളുകൾ മുഴുവൻ ബഹളം ഉണ്ടാക്കി, എല്ലാവരും ഒരുമിച്ച് കൂടി. ഇതെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ടാകട്ട് ബാളമായ ഉണ്ടാക്കും. പള്ളിയിലാണ് കൂടിയിട്ട് റസൂലുള്ളാഹി കൈകാര്യം ചെയ്തത്. നിങ്ങൾ വീടിയായ അയാളെ ഒഴിവാക്കി. നിങ്ങളൊരു കാര്യം ചെയ്ത് പോസിറ്റീവായിട്ട് എടുത്ത് നോക്കി. നിങ്ങൾ ഒരു പാട്ട വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ? എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളെ നിയോഗിച്ചത് എന്തിനറിയോ? ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനും സന്തോഷം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇതൊരു പൊതുതത്വമാണ്. നമ്മൾ കൂട്ടായിട്ട് ജീവിക്കുന്നവരാണ്, സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. നല്ല ശ്രദ്ധ ഈ വിഷയത്തിലാണ്. നമ്മൾ കാരണം ഒരാളെ ഇകഴ്ത്തുക, ഒരാളെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാർക്ക് പ്രയാസം ഉണ്ടാക്കുക, നമ്മൾ കാരണം ഒരാളെ നമ്മൾ പ്രയാസപ്പെടുത്തുക, നമ്മുടെ വാക്ക് കാരണം ഒരാൾ വേദനിക്കുക, ഇതിന് വളരെ സൂക്ഷ്മത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് കടന്നു വരുമ്പോൾ ആളുകൾക്ക് നിങ്ങൾ എളുപ്പമുണ്ടായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഒരു സദസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അത് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വെക്കുക. അതുപോലെ തന്നെ ആളുകൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുക, നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുക, സ്വഭാവം പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ഇസ്ലാം എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവരോട് നമ്മൾ പറയുക. അപ്പൊ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുക. അപ്പൊ നമ്മളെ നബിനെ കുറിച്ചിട്ടും ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ്, നബിന്റെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു എന്നും നമ്മുടെ ചുറ്റിലും നമുക്കറിയാലോ. നമ്മൾ വളരെ കുറച്ച് നമ്മുടെ നാട്ടിലുള്ളൂ. ന്യൂനപക്ഷമാണ് നമ്മുടെ സമുദായം, മുസ്ലിം സമുദായം. ഈ സമുദായത്തിനെ നോക്കിയിട്ടാണ് നിങ്ങൾ ഭയങ്കര ആ നൂറ്റാണ്ടിലെ ആൾക്കാരാണ്, നിങ്ങൾ ഇതിന്റെ ആൾക്കാർ, തീവ്രവാദത്തിന്റെ ആൾക്കാരാണ്, ജിഹാദിന്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മുഖം മറച്ചും തലമറച്ചൊക്കെ നീക്കുന്ന ആൾക്കാരാണ്. ഇതിലുണ്ടാവുമല്ലോ ഇസ്ലാമിന്റെ ഒരു മാധുര്യം, ഹലാവത്തുൽ ഈമാൻ, വിശ്വാസത്തിന്റെ ഒരു മാധുര്യം. ഇതിന്റെ ഒരു മാധുര്യം നാട്ടിൽ മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളും ഇസ്ലാമോഫോബിയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കൊടയുണ്ട്. അത് ഇസ്ലാമിന്റെ സൗന്ദര്യമുള്ള കൊടയാണ്, വ്യത്യസ്ത വർണ്ണങ്ങളുള്ളൊരു കൊടയാണ്. ആ കൊട നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്ന് പന്തലിച്ച് എല്ലാ മനുഷ്യരെയും ആ കൊടക്കുള്ളിലാക്കി കൊണ്ടുവരാനുള്ള ശ്രദ്ധയും ശ്രമവും
നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന, ഇസ്ലാമിന്റെ ആരാധനകളും അനുഷ്ഠാനങ്ങളിലുമൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുന്ന, റബ്ബിന് ഇഷ്ടപ്പെട്ട സച്ചരിതരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ പടച്ചറബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി പടച്ചറബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ജീവിതായുസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചറബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ കരുണാവാരിധിയായ നാഥ ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, കട്ടപ്പാട് പോറിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്കൊരു ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം അള്ളാഹു നന്നാക്കി തീർക്കണേ തമ്പുരാനെ. നേറുവഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്നിലാണ് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പിശാചിന്റെ ശർറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, പ്രകോപനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ ചുറ്റുപാട് മലിനമാണ്, ജാഹിലിയ്യത്തിന്റെ സംസ്കാരങ്ങളാണ്. അള്ളാഹു, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബത്തിൽ, ഉമ്മയിൽ, ഉപ്പയിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ, ഭാര്യയിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, കുടുംബത്തിൽ ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ പലരുടെയും മാതാപിതാക്കൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ദീർഘായുസ് കൊണ്ട് നന്നായിട്ട് അവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. പരിപൂർണ ആരോഗ്യം പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിലെ പലരുടെയും മാതാപിതാക്കൾ ഞങ്ങൾക്ക് മുമ്പേ എന്റെ സന്നിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന് അവർ യാത്ര പിരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഉപ്പ അതിലുണ്ട്, ഉമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, ഭർത്താവുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്. ചില നേരത്ത് അവരുടെ മുഖം ഞങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അള്ളാഹു, അവര് കബറിടത്തിലാണ് നാഥ. അവിടെ കബറിട നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ചവരെ കണ്ടുമുട്ടാൻ, അവരോടൊപ്പം ഒരു സ്വർഗീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ റിസ്ക്കിൽ ഞങ്ങൾക്ക് ഇനി അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ മക്കള്, അള്ളാഹു, ഞങ്ങളുടെ അന്നം, ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം ഹലാലിന്റെ വഴിയിലാക്കണേ നാഥ. ഹറാമിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാനുള്ള ഈമാനികമായൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.